ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് മാർച്ച് മാസം 17-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവർ ആ സമയത്ത് റിലീസ് ചെയ്തില്ല, പോസ്റ്റ്പോൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സെൻസർ ചെയ്തതിന് ശേഷം മാത്രമേ മനോരമ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അവർ ആ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവർ റിലീസ് ചെയ്യിച്ചു എന്നുള്ളതാണ്. ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, ഇന്ത്യക്ക് പുറത്താണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലാണ് സെൻസർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അറിയാൻ കഴിഞ്ഞത്. മനോരമ മാക്സിൽ സെൻസർ ചെയ്തൊരു വേർഷൻ മനോരമ മാക്സിൽ ഈ അടുത്ത് തന്നെ ഈ മാർച്ച് മാസത്തിൽ തന്നെ റിലീസ് ചെയ്യും. മിക്കവാറും നെക്സ്റ്റ് അടുത്ത ആഴ്ച തന്നെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വെബ് സീരീസ് ആണ്, മലയാളം ഡബ്ഡ് വെബ് സീരീസ് ആണ്. ആദി ശങ്കരാചാര്യ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. മനോരമ മാക്സിൽ മാർച്ച് മാസം 21-ാം തീയതിയാണ് ഈ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ഭാവന പ്രധാന വേഷം കൈകാര്യം ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ എന്നാണ് OTT റിലീസ് ചെയ്യാനുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ഒക്കെ പുറത്തു വന്നു. എന്തായാലും ഈ അടുത്ത് തന്നെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് റിലീസും പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ത്രില്ലർ സിനിമയാണ്, മിസ്റ്ററി ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഷാജി കൈലാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ പരാജയമായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്ത വിക്കി കൗശൽ, രശ്മിക മന്ദാന എന്നിവരുടെ പ്രധാന വേഷം കൈകാര്യം ഹിന്ദി മൂവിയായിരുന്നു ചവ്വ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കി ഇപ്പോഴും തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എന്നാൽ ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസിംഗ് എക്സ്പെക്ടഡ് ഡേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ബേബി ആൻഡ് ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സത്യരാജ്, ജയ്, യോഗി ബാബു എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ഈ ഒരു സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. റിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. സിംപ്ലി സൗത്തിൽ നേരത്തെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഇംഗ്ലീഷ് ത്രില്ലർ മൂവിയാണ്. സമാര വേവിംഗ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബോർഡർ ലൈൻ എന്ന് പറഞ്ഞ സിനിമ ആപ്പിൾ TV പ്ലസിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓവർസീസിലാണ്, ഇന്ത്യക്ക് പുറത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. ബ്രഹ്മ ആനന്ദം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ഈ മാർച്ച് മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു മലയാള സിനിമയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ സി സ്പേസ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ പ്രദീപ് രംഗനാഥൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഇപ്പോഴും തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ് ഭാഷയിൽ ഈ സിനിമ 21-ാം തീയതിയാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവർ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. നാളെ മറ്റന്നാളായിട്ട് ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എഴുതുന്നതായിരിക്കും. ബൈ.